ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻസ് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ സ്കിൻ ടോണുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് വേണോ വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുമോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലൊന്നുമില്ല, ഒരു 3-4 ഫൗണ്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഷെയ്ഡ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ ഉണ്ടാകും, അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ആയിട്ട് ഇടാം. ഞാൻ പറ്റുകയാണെങ്കിൽ എല്ലാ വീഡിയോസും ചെയ്യാൻ നോക്കുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ചെയ്യണതിന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ NYBയുടെ 3-in-1 ഫൗണ്ടേഷൻ ആണ്. പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ പ്ലസ് സെറാണ് ഇതിലുള്ളത്. ഇത് ഭയങ്കര വാട്ടറി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആണ്. എൻ്റെ ഷെയ്ഡ് വരുന്നത് 05 വാം സാൻഡ് ആണ്. ഇതിൽ 30 ml ആണുള്ളത്. ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 250 ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് ഓഫറിലൊക്കെ എന്തായാലും ഇത് കിട്ടും. ഒരു 240-30 ആ ഒരു റേഞ്ചിലൊക്കെ ഇത് വരാറുണ്ട്. 199 ആ ഒരു റേഞ്ചിലൊക്കെ ഇത് വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓഫറുള്ള സമയത്ത് മേടിക്കുകയാണെങ്കിൽ ഇത് വർത്തായിട്ട് കിട്ടും. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസി ആണ്. ഭയങ്കര കവറേജ് ഒന്നും തരൂല, ഒരു ഫുൾ കവറേജ് ഒന്നുമില്ല, ഒരു ലോ കവറേജ് തന്നെയാണ് തരുന്നത്. പിന്നെ നമുക്ക് ഡെയിലി യൂസിന് നല്ല അടിപൊളിയാണ്, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ചെയ്യുന്നത് എത്ര നേരമെന്ന് വെച്ചാൽ നമുക്ക് ഒരു 3 hours എന്തായാലും ലാസ്റ്റ് ചെയ്യും. അതിൽ കൂടുതൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട, 3 hours ഒക്കെ ലാസ്റ്റ് ചെയ്യും. ഇടുമ്പോൾ നല്ല അത്യാവശ്യം നല്ല സെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാച്ച് ആയിട്ട് തന്നെ നിൽക്കും. എൻ്റെത് ഭയങ്കര ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പോൾ ഭയങ്കര ഡ്രൈ ആവേ അങ്ങനെയില്ല, അത്യാവശ്യം നന്നായിട്ട് നിൽക്കും. ഭയങ്കരമായിട്ട് ഡ്രൈ ആവണമില്ല, ഭയങ്കരമായിട്ട് ഓയിലി ആക്കണമില്ല, അത്യാവശ്യം നല്ലതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു 3 to 4 hours വരെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. എൻ്റെ ഷെയ്ഡ് ഞാനിവിടെ ക്ലിപ്സും കൊടുക്കാം കേട്ടോ, എനിക്ക് എങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് പിന്നെ അതല്ല ഫുൾ ഫേസ് ഇട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഈ NYBയുടെ ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ സ്ട്രോപ്പ് ക്രീം ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ഒരു ഗ്ലോയിങ് ലുക്കാണ്. നമ്മൾ ഈ കുറേ പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ NYBയുടെ. എനിക്ക് പേഴ്സണലി അതുപോലെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ NYBയുടെ അവർ പറഞ്ഞതൊക്കെ ശരിയാണ്, ഭയങ്കര നല്ലതാണ്. അതിൻ്റെ സ്ട്രോപ്പ് ക്രീം, എസ്പെഷ്യലി സ്ട്രോപ്പ് ക്രീം ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമാണ്, ഡെയിലി യൂസിന് നല്ലതാണ്. ഒരു BB ക്രീം, CC ക്രീം ഒക്കെ ഇട്ട് പോണ ആ ഒരു ഇതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് മുഖത്ത് ഇട്ടിട്ടുള്ള പോലെ ഒരു ഫീലൊന്നും തരില്ല. ഒരു സാധാരണ ഒരു നല്ല ഫൗണ്ടേഷൻ. അപ്പം ഞാനിവിടെ എനിക്ക് സ്വാച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ ടോണിൽ വരുമ്പോഴുള്ള ഈ ഒരു ഷെയ്ഡിൻ്റെ കളർ എന്ന് പറയണത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല. ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ സ്പഞ്ച് വേണമെന്നില്ല, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പഞ്ച് വേണമെന്നൊരു നിർബന്ധമില്ല. സ്പഞ്ച് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒട്ടും നമ്മുടെ ഫേസിൽ വരുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഇതാവാൻ വേണ്ടി, ഒരു കുറച്ച് പ്രസൻറ്റബിൾ ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ സ്പഞ്ച് യൂസ് ചെയ്യേണ്ട, കൈ തന്നെ യൂസ് ചെയ്താൽ മതി, അതാവും ഇതിന് കൂടുതൽ നല്ലത്. നെക്സ്റ്റ് ലാക്മേ 925ൻ്റെ ഈ ഒരു പ്രൈമിങ് ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപയുണ്ടോ, 650 ആണ്. പിന്നെ നന്നായിട്ട് ഓഫറുള്ള സമയത്ത് മേടിച്ചാൽ മതി, ഇത്ര വില കൊടുത്തിട്ട് മേടിക്കണമെന്നൊന്നുമില്ല. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് N360 ന്യൂട്രൽ ചെസ്നട്ടാണ് വരുന്നത് എൻ്റെ ഷെയ്ഡ്. ഇതിനൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഇത് നിലത്ത് വീണാൽ പൊട്ടും. ഇത് നമുക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ, ഗ്ലാസ് ബോട്ടിലാണ്. ഇത് നിലത്ത് വീണാൽ പൊട്ടും, അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ ഇത് വരുന്നത് പാക്കിങ് ഇങ്ങനൊരു ഈ സംഭവത്തിലാണ് വരുന്നത്. ഇതും അത്യാവശ്യം ഒരു വാട്ടറി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഇതിൻ്റെ മണം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട്
ഇഷ്ടമായി ഇതിൻ്റെ മണം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു 6 hours ഒക്കെ ഇത് ലോങ് ലാസ്റ്റ് എന്തായാലും ചെയ്യും. രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ഒക്കെയാണ്, വൈകുന്നേരം വരെ ഓക്കെ ആയിട്ട് കിടന്നോളും. ഭയങ്കരമായിട്ട് റിമൂവായി വാനിഷായിട്ട് പോകുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷനാണ്, അത്യാവശ്യം ഷെയ്ഡ് റേഞ്ചും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നമ്മുടെ സ്കിന്നിലിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചിരുന്നത്. ഇങ്ങനൊരു സ്പാച്ചുല സംഭവത്തിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ എളുപ്പമാണ്. നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് വാട്ടറി ആണെങ്കിലും ഇടുമ്പോൾ നമുക്ക് കുറച്ച് തിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കവറേജ് ഇത് തരുന്നത്. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്താലും സ്പഞ്ച് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫേസിലിട്ട വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ HD ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റും ഒരു 300-400 ആ റേഞ്ചിലാണ് കേട്ടോ ഇതിന്റെ റേറ്റും വരുന്നത്. ഇതിൽ 20 ml ആണുള്ളത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് MN35 ആണ്. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ ഫേവറേറ്റ് നമ്പർ 2 നിൽക്കുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ കമന്റിൽ ആരോ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് മേടിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് കേട്ടോ. നല്ല ഫൗണ്ടേഷൻ ആയിരുന്നു. ഇതിന്റെ പാക്കിംഗ് ആണെങ്കിൽ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, പൊട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ട്യൂബിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കവറേജും തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റും ചെയ്യും കേട്ടോ. ഒരു 8 hours 9 hours ഒക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ലതാണ്. എൻ്റെ ഒരു സ്കിൻ ഷെയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്കിത് മാച്ച് ആയിരിക്കും. പിന്നെ എന്നൊക്കെ ഡീപ്പാണെങ്കിൽ നിങ്ങളിത് ഈ ഷെയ്ഡ് മേടിക്കണ്ട, ഇതിനൊക്കെ ഒരു ഷെയ്ഡ് ഡാർക്ക് മേടിക്കുക, ലൈറ്റ് ആവാനാണ് ചാൻസ്. അപ്പം അത്രയേ ഉള്ളൂ. ഇതെനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമായിട്ടൊരു ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ രണ്ടാമതൊരു ഫൗണ്ടേഷൻ മേടിച്ച് പരീക്ഷിച്ചൊരു ഫൗണ്ടേഷൻ ആയിരുന്നു കേട്ടോ. ഇത് നല്ല ഫൗണ്ടേഷനാണ്. ഇടുമ്പോൾ കുറച്ച് ലൈറ്റായി തോന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമുക്കിത് ആദ്യമായിട്ട് ഇടുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവും, കാരണം ഇച്ചിരി ലൈറ്റ് ആയ പോലെ തോന്നും. ഇപ്പം എനിക്കത് ഓക്കെ ആണ്. ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ട് എങ്ങനെയാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 335 ക്ലാസിക് ടാൻ ആണ് കേട്ടോ. ഇത് ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ്. ഷെയ്ഡ് വരുന്നത് 335 ക്ലാസിക് ടാൻ. ഇതെനിക്ക് പേഴ്സണലി നമ്പർ 1 ഫേവറേറ്റ് ആണ്. ഇതിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പമ്പ് ടൈപ്പിലുള്ള പാക്കിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിന് ഗ്ലാസ് പൊട്ടുന്നതാണ്. ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ ഇതെനിക്ക് പൊടിക്ക് ഡാർക്കാണ് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷനെ പറ്റി ഷെയ്ഡിനെ പറ്റി ഞാൻ കൂടുതൽ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കാരണം ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. നിങ്ങൾ എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് 332 ട്രൈ ചെയ്യാം കേട്ടോ. നല്ലതാണ്. എൻ്റെ സ്കിന്നിന് അതെൻ്റെ സ്കിന്നിന് നല്ല മാച്ച് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതെനിക്കൊരു പൊടിക്ക് ഡാർക്ക് ആയതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഫൗണ്ടേഷൻസ് മേടിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ആയാലും ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുമ്പോൾ എനിക്ക് കറക്റ്റ് ഷെയ്ഡ് ആവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഡാർക്ക് ഫൗണ്ടേഷൻ മേടിച്ച് വെക്കുന്നതും നല്ലതാണ്. അപ്പം അത്രയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 549, 550, 600 ആ റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് ഓരോ ഷെയ്ഡിനും വേറെ ഭയങ്കര വേരിയൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആണെന്ന് തോന്നുന്നത്. പേഴ്സണലി നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്മിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവും നല്ലത് കേട്ടോ. നല്ല മാറ്റ് ഫിനിഷ് ആണ്. എന്നാൽ ഭയങ്കര ഇറുകി വലിയ അങ്ങനെയില്ല. പിന്നെ നല്ലൊരു മോയ്സ്ചറൈസറും സെറമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് വേണം എല്ലാ ഫൗണ്ടേഷനും ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് കമ്പാരിറ്റീവ്ലി എൻ്റെ സ്കിന്നിന് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഓക്കെയാണ്. ലൈറ്റ് ആവണതിനേക്കാൾ നല്ലതാണ് ഡാർക്ക് ആവണത്. ഇത് എനിക്ക് ഇട്ടിട്ടുണ്ടെന്ന് ഒട്ടും അറിയില്ല കേട്ടോ. പക്ഷെ എന്നാൽ നല്ല കറക്ഷനും തരുന്നുണ്ട് എൻ്റെ ഫേസിന്. പിന്നെ ഏതെങ്കിലും ലൈറ്റ് ഫൗണ്ടേഷൻ മേടിച്ചാൽ നമുക്കിത് യൂസ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് നല്ലൊരു ഷെയ്ഡാക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ്റെയും കൺസീലറിൻ്റെ ഒക്കെ റിവ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആദ്യം തന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.